ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 36 divided by 3 is equal to what? 36 divided by 3 is equal to what? ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് നമ്പർ എഴുതണം അല്ലേ. ഫസ്റ്റ് നമ്പർ 36 ആണ്. 36 എന്ന നമ്പർ എഴുതുന്നു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെയൊരു ലൈന് വരയ്ക്കുന്നു. ഇനി ഇവിടെയുള്ള സെക്കൻഡ് നമ്പർ എഴുതണം അല്ലേ. സെക്കൻഡ് നമ്പർ എത്രയാണ്? 3 ആണ്. 3 എന്നത് ഇവിടെ സൈഡിൽ എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 3 എന്നത് ഒരു 1 ഡിജിറ്റ് നമ്പറാണ്. സോ നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 3 ആണ് ഫസ്റ്റ് ഡിജിറ്റ്. ഇനി നമ്മൾ പുറമേയുള്ള 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഉള്ളിലുള്ള ഈ ഒരു 3 കിട്ടുക എന്ന് നോക്കണം. 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 കിട്ടുക? നമുക്കറിയാം 3 × 1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ് അല്ലേ. 3 × 1 എത്രയാണ്? 3 ആണ്. സോ നമ്മൾ ഇവിടെയുള്ള 1 ആണ് 3യുടെ മുകളിലായിട്ട് എഴുതേണ്ടത്. ഈ ഒരു 1 നമുക്കിവിടെ എഴുതാം. ഇവിടെയുള്ള 3യുടെ മുകളിലായിട്ട് 1 എന്ന് എഴുതാം. എങ്ങനെയാണ് 1 വന്നത് എന്ന് പിടികിട്ടിയല്ലോ. ഇനി ഇവിടെ മുകളിൽ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പറും ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതണം. അതായത് 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതണം അല്ലേ. 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്രയാണ്? 1 × 3 3 ആണ്. ആ ഒരു 3 ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം താഴെ ഇങ്ങനെയൊരു ലൈന് വരയ്ക്കണം. ലൈന് വരച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണ്. മുകളിലുള്ള 3യിൽ നിന്ന് താഴെയുള്ള 3 സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ. 3 - 3 എത്രയാണ്? 3 - 3 ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. 0. 3യിൽ നിന്ന് 3 മൈനസ് ചെയ്താൽ ആൻസർ എത്രയാണ്? 0 ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള നെക്സ്റ്റ് നമ്പറിലേക്ക് പോകണം. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 6 ആണ് നെക്സ്റ്റ് നമ്പർ. ഈ ഒരു 6നെ നമുക്ക് താഴേക്ക് ഇറക്കി എഴുതാം അല്ലേ. 6നെ താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയുള്ള 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക എന്ന് നോക്കണം. 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക? 3 × 2 ആണ് 6 അല്ലേ. 3 × 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക. സോ നമുക്ക് ഇവിടെയുള്ള 2 എന്ന നമ്പർ എവിടെ എഴുതാം? ഈ ഒരു 2 ഇവിടെയുള്ള 6ൻ്റെ മുകളിലായിട്ട് എഴുതണം. 6ൻ്റെ മുകളിലായിട്ട് 2 എഴുതുന്നു. എന്തുകൊണ്ടാണ് 2 എഴുതിയത്? കാരണം 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്. ഓക്കെ, ഇനി മുകളിൽ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു നമ്പറും ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതണം അല്ലേ. അതായത് 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതണം. 2 × 3 എത്രയാണ്? 2 × 3 6 ആണ്. 6. ഓക്കെ, അതിന് താഴെ ഇങ്ങനെയൊരു ലൈന് വരയ്ക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ലൈന് വരച്ചു കഴിഞ്ഞാൽ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെയുള്ള 6ൽ നിന്ന് താഴെയുള്ള 6 മൈനസ് ചെയ്യണം. 6 - 6 എത്രയാണ്? 6 - 6 0 ആണ്. 0. ഇനി ഇവിടെ താഴേക്ക് ഇറക്കി എഴുതാൻ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ഡിവിഷൻ ഇവിടെ നിർത്താം. 0 ആണ് നമുക്കിവിടെ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 12 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 36 divided by 3 is equal to എത്രയാണ്? 12 ആണ്. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.